ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പി പരിചയപ്പെടാം. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐസ്ക്രീമാണിത്. ഈ ഒരു ഐസ്ക്രീം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗോതമ്പ് പൊടിയും പാലും വെച്ചിട്ടാണ്. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വേണമെങ്കിൽ അത് ചേർത്തും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വാനില ഫ്ലേവറാണ് ചേർത്ത് കൊടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് പൊടി കൊണ്ടുള്ള വനില ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. പിന്നെ വേറൊരു ബൗളിലോട്ട് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് ഒരു 2.25 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ 1/2 ലിറ്റർ പാലിൽ നിന്ന് തന്നെ ഈ ഒരു ഗോതമ്പ് പൊടിയിലോട്ട് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വേറെ പാലൊന്നും എടുക്കണ്ട, നമ്മൾ എടുത്ത ആ പാലിൽ തന്നെ കുറച്ച് എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു മിക്സ് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാല് അടുപ്പിലോട്ട് വെച്ച് അതിന് ശേഷം അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ അതിന് നന്നായിട്ട് തന്നെ പഞ്ചസാര വേണം, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മൾ പഞ്ചസാര കൂടുതൽ വേണ്ടോ തീരുമാനിക്കേണ്ടത്. കാരണം പിന്നെ നമുക്ക് പഞ്ചസാര മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ പഞ്ചസാര നമുക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതേപോലെ നമ്മൾ ഈ കറക്റ്റ് മധുരം എടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഐസ്ക്രീം സെറ്റായി കഴിഞ്ഞാൽ മധുരം കുറഞ്ഞ പോലെ തോന്നും. അപ്പം കുറച്ച് മുന്നിട്ട് വേണം പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഗോതമ്പിൻ്റെ മിക്സ് ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗോതമ്പിൻ്റെ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും തന്നെ കട്ട കെട്ടാതെ വേണം ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കാൻ നോക്കിയാൽ ഗോതമ്പ് വേവില്ല, അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുറുക്കി ആ ഗോതമ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാരും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കാൻ നോക്കരുത്. ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരികയും ചെയ്യും. അപ്പോൾ ഇത് വലിയൊരു ടൈമൊന്നും പിടിക്കുന്നില്ല, ഒരു 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ കുറുകി വരും. അപ്പോൾ ഇതാ നമ്മളെ ഗോതമ്പ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ നിന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരണം. ഇത് നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഗോതമ്പ് മിക്സ് ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിലാണുള്ളത്, കുറച്ചൊന്ന് തിക്കായിട്ടാണുള്ളത്. ഇനി നമുക്കിതൊരു മിക്സി ജാർ എടുത്ത് അതിലോട്ട് മാറ്റി കൊടുക്കാം.
അപ്പോൾ ഇത് മുഴുവനായി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ബട്ടർ ചേർക്കുന്നതോടുകൂടി നമ്മൾ ഐസ്ക്രീമിന് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാകും. നമ്മൾ കടകളിൽ വാങ്ങുന്ന ആ കറക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ബട്ടർ ചേർക്കുന്നത്. ഇല്ലാതെയും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാനിത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഐസ്ക്രീം സെറ്റാക്കാൻ വെക്കുന്ന പാത്രത്തിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം നമുക്കൊരു ഫ്രീസറിൽ 2 മണിക്കൂറൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തതാണിത്. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീം ഒരു ക്രീം പരുവത്തിലാണ് ഇപ്പോൾ ആയി കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഐസ്ക്രീം സെറ്റ് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒന്നും കൂടെ ഒന്ന് ഇട്ട് അടിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മളെ ഐസ്ക്രീം കറക്റ്റ് ആ ക്രീമി സ്ട്രക്ചറിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ വനിലാണ് ചേർത്തിട്ടുള്ളൂ. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ 1 ടീസ്പൂണോളം ചേർക്കുക. എന്നാലാണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വനിലക്ക് പകരം സ്ട്രോബെറിയോ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതേപോലെ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം സെറ്റാക്കുന്ന പാത്രത്തിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഈ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ അതും ഇല്ലെങ്കിൽ ക്ലീൻ ഫിലിമോ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ അടുപ്പ് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് അത് ഐസ്ക്രീമിൻ്റെ ക്രിസ്റ്റൽസൊക്കെ നമ്മൾ ഐസ്ക്രീമിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതൊരു 8 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കണം. മാക്സിമം 8 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 8 മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഈ ഐസ്ക്രീം എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഐസ്ക്രീം നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത അവിടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ സ്കൂപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇത് സ്കൂപ്പ് ചെയ്താൽ കുറച്ചൊരു പൊടി പോലെയാണ് കിട്ടുക. അപ്പോൾ ഇതേപോലെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് തരിതരിപ്പോടെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രീസറിന് എടുത്തതിന് ശേഷം 5 മിനിറ്റ് പുറത്ത് വെക്കുക. അതിന് ശേഷം വേണം നമ്മളിത് സ്കൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളടുത്ത് സ്കൂപ്പർ ഇല്ലെങ്കിൽ അതിന് പകരം കറി ഒഴിക്കുന്ന തവി എടുത്തിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളെ ക്രീമി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള വനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കടകളിൽ വാങ്ങുന്ന അതേ ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണിത്. കുട്ടികൾക്കൊക്കെ ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.